ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അൽഫാം ചിക്കനാണ്, അല്ലെങ്കിൽ ഗ്രില്ലഡ് ചിക്കൻ. ഏകദേശം 1.5 കിലോളം ഉണ്ട്. ഇത് ഞാനിവിടെ ചെറിയ പീസാക്കിയാണ് വെച്ചിരിക്കുന്നത്. ചെറിയ പീസാക്കിയത് കാരണം മസാല നന്നായിട്ട് പിടിക്കാനും കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പാകത്തിനുമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഏകദേശം 1.5 കിലോളം ഉണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിനകത്ത് എന്തൊക്കെ മസാലക്കൂട്ടുകളാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് നോക്കാം. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് 4 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് എടുക്കാം. അപ്പോൾ എരിവ് അനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ച് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം. അപ്പം അല്പം മതി. അതിനുശേഷം നമുക്ക് അല്പം കുരുമുളക് പൊടി ചേർക്കാം. ഗരം മസാല നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് ഗരം മസാല. അപ്പോൾ അത് ഇതിനകത്ത് 1 സ്പൂൺ ചേർക്കാം. നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് പേസ്റ്റാക്കി വെച്ചിരുന്നതാണ്. അത് നമുക്ക് 1 സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ തൈര് ഈ മസാലക്കൂട്ടിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പാകത്തിന് ഉപ്പ് കുറച്ച് വേണ്ടവർ അങ്ങനെ ഉപയോഗിക്കാം. ഉപ്പ് പാകത്തിന് നമ്മൾ എടുത്തു. ഇതിലേക്ക് നമ്മൾ ഒരു നാരങ്ങയുടെ പകുതി എടുത്ത് അതിൻ്റെ നീര് പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ നീരിൻ്റെ പിഴിഞ്ഞൊഴിച്ചാൽ ചിക്കൻ ഇച്ചിരി സോഫ്റ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് നാരങ്ങ നീര് ഒഴിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇത് മസാലക്കൂട്ട് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി നല്ല പേസ്റ്റ് രൂപത്തിൽ ആക്കണം. അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി പേസ്റ്റ് രൂപത്തിലാക്കി. ഇനി നമുക്കിതിനായി ചിക്കൻ എടുത്തിട്ട് ചിക്കൻ ഇത് ഈ മസാലക്കൂട്ടിനകത്തോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമ്മൾ വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇത് ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് പിടിക്കണം. എന്നാലേ നമുക്ക് മസാലയുടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല ആയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മസാല എടുത്താൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ആകണം. ഇപ്പോൾ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും, ഞാനിവിടെ 1 മണിക്കൂറോളമാണ് വയ്ക്കുന്നത്. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഇരിക്കണം. എന്നാലേ ഈ മസാലയൊക്കെ ഇതിനകത്ത് പിടിക്കുകയുള്ളൂ. എന്നാലേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടത്തില്ല. ഓക്കെ, അല്പസമയം അതോടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞു. നമുക്ക് എന്തായെന്ന് നോക്കാം. അപ്പം മസാലയൊക്കെ പിടിച്ചു അങ്ങനെ ഒരു പരുവത്തിലായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി വേഗം ഇന്ന് റെഡിയാക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം. അപ്പം ഞാൻ പുറത്ത് അടുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. ഇപ്പോൾ ചെറിയൊരു മഴ ചാറാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഈ പുകയില്ലാത്ത അടുപ്പ് വീട്ടിലുണ്ട്. അതിലേക്ക് കരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഇട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പം കരി നന്നായിട്ട് നമുക്ക് ആ കരി ഒന്ന് നന്നായിട്ട് കത്തിക്കണം. അതുകൊണ്ട് അത് ഊതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് വീശിയോ അതൊന്ന് നന്നായിട്ട് നമുക്ക് കത്തിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നല്ല ചൂട് കിട്ടത്തുള്ളൂ. അങ്ങനെ ഏകദേശം നല്ല കനലൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നല്ല ചൂടായിട്ട് നിൽക്കുകയാണ്. ഇത് ഗ്രില്ലെടുത്ത് വയ്ക്കാം. ഗ്രില്ലെടുത്ത് വെച്ചു. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കൂടെ നമുക്ക് ചിക്കൻ ഓരോ പീസായിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പം അങ്ങനെ നമുക്ക് ഓരോ പീസായിട്ട് ചിക്കൻ ഇതിൻ്റെ മുകളിലോട്ട് എടുത്ത് വയ്ക്കാം.
1.5 കിലോ ചിക്കൻ മൊത്തം എടുത്ത് വയ്ക്കാൻ പറ്റത്തില്ല, അപ്പോൾ അതിൽ കുറച്ച് നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു സൈഡ് വെന്ത് വരുന്നു. ഇതിൽ നിന്ന് നെയ്യൊക്കെ ഇങ്ങനെ ഉരുകി ഒലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. താഴെ നല്ല കനലുണ്ട്. നമുക്ക് ഒരു സൈഡ് വെന്തു, അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടാം. നല്ല ചൂടുണ്ട്, കൈ പൊള്ളാതെ സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം തിരിച്ചിട്ടു. നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഗ്രില്ലായിട്ടുണ്ട്. അങ്ങനെ പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലേറ്റിനകത്തോട്ട് എടുത്ത് വയ്ക്കാം. പ്ലേറ്റിനകത്ത് എടുത്ത് വെച്ചു. അപ്പോൾ നമുക്കിതൊന്ന് നമുക്ക് അലങ്കരിക്കാം. എനിക്ക് വലിയതായിട്ട് ഡെക്കറേഷൻ ചെയ്യാനൊന്നും അറിയത്തില്ല, എങ്കിലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ കഴിഞ്ഞു. കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്.